എല്ലാവർക്കും ഹിന്ദി വേൾഡിലേക്ക് സ്വാഗതം. ഹം സബ് സുമനെ കുഭവൻ കെ എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. ആ കവിതയിലെ അടുത്ത ഭാഗം ഒന്ന് പറഞ്ഞു തരാം. രംഗ് രംഗ് കെ രൂപ് ഹമാരെ അലഗ് അലഗ് ഹേ ക്യാരി 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 തടം. രംഗ് രംഗ് കെ രൂപ് ഹമാരെ അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. പല നിറത്തിലുള്ള നമ്മൾ, അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. പൂക്കൾ, അതായത് പല തടത്തിലാണ്, ഒരു തടത്തിലല്ല, നമ്മൾ പല തടങ്ങളിലായിട്ടാണ് ചെടി നടുന്നത്. അതാണ് രംഗ് രംഗ് കെ രൂപ് ഹമാരെ അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. അതായത് നമ്മുടെ നിറങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, നമ്മൾ പല തടങ്ങളിലാണ് വളർത്തപ്പെടുന്നത്, നടുന്നത്. ലേക്കിൻ ഹം സബ്സെ മിൽക്കർ ഹി ഇസ് ഉപവൻ കി ശോഭാ സാരി. പല തടങ്ങളിലാണെങ്കിലും പല നിറമാണെങ്കിലും ഹം സബ്സെ മിൽക്കർ ഹി, നമ്മളെല്ലാവരും കൂടിച്ചേരുമ്പോൾ, പൂക്കളെല്ലാം കൂടിച്ചേരുമ്പോൾ ഇസ് ഉപവൻ കി ശോഭാ സാരി, ഗാർഡനെ മനോഹരമാക്കുന്നു, സൗന്ദര്യം കൂട്ടുന്നു. ഇതുപോലെ നമ്മളും എല്ലാവരും കൂടിച്ചേർന്ന് ഭൂമിയാകുന്ന ഉപവനത്തെ ശോഭയാക്കണം എന്നതാണ്, സൗന്ദര്യമുള്ളതാക്കണം എന്നാണ് പറയുന്നത്. ഏക് ഹമാര മാലി ഹം സബ് രഹത്തെ നീജെ ഏക് ഗഗൻ കി. നമുക്കൊരു ഗാർഡനറാണുള്ളത്. ഹം സബ്, ഈശ്വരൻ. നമ്മുടെ ഗാർഡനർ ആരാണ്? നമ്മളെ വളർത്തുന്ന ഈശ്വരൻ. ഹം സബ്, നമ്മളെല്ലാവരും, രഹത്തെ നീജെ ഏക് ഗഗൻ കി, ഒരാകാശത്തിൻ്റെ കീഴെയാണ് ജീവിക്കുന്നത്. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ, നമ്മളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ്. അടുത്തത്, സൂരജ് ഏക് ഹമാര ജിസ്കി കിരണേം ഉസ്കി കലി ഗിലാത്തീം. ഏക് ഹമാര ചാന്ദ് ചാന്ദിനി ജിസ്കി ഹം സബ്കോ നഹലാത്തി. മിലെ ഏക് സേ സ്വർ ഹംകോ ഹേ ഭ്രമരോം കെ മീട്ടെ ഗുഞ്ചൻ സേ ഹം സബ് സുമനേക് ഉപവൻ കെ. സൂരജ് ഏക് ഹമാര, നമുക്കെല്ലാവർക്കും ഒരു സൂര്യൻ. ജിസ്കി കിരണേം ഉസ്കി കലി ഗിലാത്തി, പൂമൊട്ട് വിടരുന്നു, സൂര്യരശ്മികളേറ്റ് പൂമൊട്ടുകൾ വിടരുന്നു. ഏക് ഹമാര ചാന്ദ്, നമുക്കൊരു ചന്ദ്രൻ. ചന്ദ്രൻ്റെ നിലാവിനാണ് ചാന്ദിനി എന്ന് പറയുന്നത്. ചാന്ദ് ചാന്ദിനി ദത്ത ഹെ രാത്മേ, രാത്രിയിൽ നിലാവ് തരുന്നു. ജിസ്കി ഹം സബ്കോ നഹലാത്തി, നിലാവിൽ നമ്മെ കുളിപ്പിക്കുന്നു എല്ലാവരെയും. മിലെ ഏക് സേ സ്വർ ഹംകോ ഹേ, നമുക്കെല്ലാവർക്കും ഒരേ സ്വരം, അതായത് ഭ്രമരോം കെ മീട്ടെ ഗുഞ്ചൻ സേ, വണ്ടുകളുടെ മധുരമായ മൂളൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഒരേ സ്വരത്തിൽ. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ, നമ്മളെല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ആശയം? എങ്ങനെയാണ് നമ്മളിതിൻ്റെ ആശയം എഴുതുക? ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്, ഇസ് കവിത കാ കേന്ദ്ര ഉപവൻ ഹേ ഔർ സുമൻ ഹേ. രംഗ് രംഗ് കെ രൂപ് ഹമാരെ അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി. ഹമേം അലഗ് അലഗ് ക്യാരി മേ രംഗ് രംഗ് കെ രൂപ് മേ പലേ ഹുയേ ഹേ, വളർത്തപ്പെടുന്നു. ഹം സബ്സെ മിൽക്കർ ഹി ഈസ് ഉപവൻ കി ശോഭ ദേത്തി ഹെ, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഗാർഡനെ ശോഭ നൽകുന്നു. ഹമാര ഏക് മാലി ഹെ, ഹം സബ്, നമ്മളെല്ലാവരും, ഏക് ഗഗൻ കെ നീജെ രഹത്തെ ഹെ, നമ്മളെല്ലാവരും ഒരു ആകാശത്തിൻ്റെ കീഴെ താമസിക്കുന്നു. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ, നമ്മളെല്ലാവരും ഏക് ഉപവൻ കെ, ഹം സബ് ഏക് ഉപവൻ കെ സുമൻ ഹെ, പൂക്കളാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ആശയം എഴുതാം? ലൈനിൽ നിന്ന്, സൂരജ് ഏക് ഹമാര ജിസ്കി കിരണേ മുസ്കി കലി ഗിലാത്തി. ഹമാര ഏക് സൂരജ് ഹെ, ഒരു സൂര്യനാണുള്ളത്. സൂരജ് കി കിരണേ കലി ഗിലാത്തി ഹെ, സൂര്യരശ്മികൾ പൂമൊട്ടുകൾ വിടർത്തുന്നു. ഗിലാത്തി ഹെ. ഹമാര ഏക് ചാന്ദ് ഹേ, ചാന്ദ് രാത് മേ
ചാന്ദിനി ദേത്തി ഹേ, രാത്രിയിൽ നിലാവ് തരുന്നു. ചാന്ദിനി ഹം സബ്കോ നഹലാത്തി ഹേ, നിലാവ് നമ്മെ എല്ലാവരെയും കുളിപ്പിക്കുന്നു. അടുത്തത് ഭ്രമരോം കെ മീട്ടെ ഗുഞ്ചൻ സെ മിലെ സ്വർ ഏക് ഹേ. ഭ്രമരോം കെ മീട്ടെ ഗുഞ്ചൻ സെ മിലെ സ്വർ ഏക് ഹേ. ഹം സബ് ഏക് ഉപവൻ കെ സുമൻ ഹേ. അങ്ങനെയാണ് ആശയം എഴുതുക. അതിനുശേഷം ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സുമൻ ഔർ ഉപവൻ കിസ്കി ഓർ സങ്കേത് കർത്തെ ഹേ. സുമൻ കിസ്കാ പ്രതീക് ഹേ, ഉപവൻ കിസ്കാ പ്രതീക് ഹേ. സുമൻ മനുഷ്യ ഹേ, ഹം സബ് ഹേ. ഉപവൻ धरती है, भूमि है. सुमन मनुष्य का प्रतीक है, उपवन धरती भूमि का प्रतीक है. ഇനി നമുക്ക് അടുത്തത് അഭ്യാസം നോക്കാം. സമാൻ അർത്ഥ് വാലെ ശബ്ദ് കവിത സെ ചുൻകർ ലിഖിए. സമാന പദങ്ങൾ, ഇവിടെ തന്നിരിക്കുന്ന വാക്കുകളുടെ സമാന അർത്ഥം വരുന്ന ശബ്ദങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഫൂൽ, സുമൻ. സൂര്യ, സൂരജ്. ബഗീച്ച, ഉപവൻ. ഭൂമി, ധർത്തി. ബൗര, ഭ്രമർ. ചന്ദ്രിക, ചാന്ദിനി. ഫൂൽ, സുമൻ, सूर्य, सूरज. बगीचा, उपवन. भूमि, धरती. ഭൗര, ഭ്രമർ. ചന്ദ്രിക, ചാന്ദിനി. സുരജ് അല്ല, സൂരജാണ്. ഊവിൻ്റെ ചിഹ്നമാണ് ഇവിടെ വരേണ്ടത്. ഊവിൻ്റെ ചിഹ്നമാണ് ഇവിടെ വരേണ്ടത്. സൂരജ്. അടുത്തത് നിമ്നലിഖിത് അർത്ഥവാലി പങ്ക്തിയാം ചുനെ. അർത്ഥവാലി പങ്ക്തിയാം ചുനെ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ചേർന്ന അർത്ഥമുള്ള വരികൾ കണ്ടെത്തുക. പങ്ക്തിയ വരികൾ തിരഞ്ഞെടുക്കാൻ കവിതയിൽ നിന്ന്. നിമ്നലിഖിത് അർത്ഥവാലി പങ്ക്തിയാം ചുനേം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഏക് ഹി സൂരജ് കി കിരണേം കലിയോം കോ ഗിലാത്തി ഹേ. അപ്പോൾ നമുക്ക് കവിതയിൽ നിന്ന് അതിൻ്റെ ആൻസർ കണ്ടെത്താം. കലിയാം ഗിലാത്തി ഹേ. ദേ ഉത്തരം. സൂരജ് ഏക് ഹമാര ജിസ്കി കിരണേം ഉസ്കി കലി ഗിലാത്തി. ഈ രണ്ട് ലൈനാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, മിൽക്കർ രഹനെ മേ ഹി ശോഭ ഹേ. മിൽക്കർ രഹനെ മേ ഹി ശോഭ ഹേ. അത് നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്താം. മിൽക്കർ ദേ കിടക്കുന്ന ഉത്തരം. ലേക്കിൻ ഹം സബ്സെ മിൽക്കർ ഹി ഇസ് ഉപവൻ കി ശോഭാ സാരി. രണ്ട് ലൈൻ. ലേക്കിൻ ഹം സബ്സെ മിൽക്കർ ഹി ഇസ് ഉപവൻ കി ശോഭാ സാരി. അപ്പോൾ കവിതയുടെ ലൈൻ എഴുതും പോലെ തന്നെ രണ്ട് ലൈനായിട്ട് തന്നെ എഴുതണം. ഇനി അടുത്തത്, ഏക് ഹി പവൻ കെ പലനോ മേ ജൂൽക്കർ ഹം പലേ ഹേ. ഏക് ഹി പവൻ കെ പലനോ മേ ജൂൽക്കർ ഹം പലേ ഹേ. അതിൻ്റെ ലൈൻ എവിടെയാണെന്ന് കണ്ടെത്താം. ഇതാ ഉത്തരം. പലേ ഹുയേ ഹേ ജൂൽ ജൂൽ കർ പലനോ മേ ഹം ഏക് പവൻ കെ. പലേ ഹുയേ ഹേ ജൂൽ ജൂൽ കർ പലനോ മേ ഹം ഏക് പവൻ കെ. അടുത്ത ലാസ്റ്റത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഏക് ഹി चांद की चांदनी हमको नहलाती है. एक ही चांद की चांदनी हमको नहलाती है. അതും നമ്മുടെ കവിതയിലുണ്ട്, എളുപ്പത്തിൽ കണ്ടെത്താം. ചാന്ദിനെ കുറിച്ചതാ. ഏക് ഹമാര ചാന്ദ് ചാന്ദിനി ജിസ്കി ഹം സബ്കോ നഹലാത്തി. ഏക് ഹമാര ചാന്ദ് ചാന്ദിനി ജിസ്കി ഹം സബ്കോ നഹലാത്തി. രണ്ട് ലൈൻ. രണ്ട് ലൈൻ വെച്ച് കവിതയിൽ നിന്ന് വരികൾ കണ്ടെത്താൻ പറഞ്ഞാൽ രണ്ട് ലൈനായിട്ട് തന്നെ എഴുതണം. ഇതുപോലെ സെൻറ്റൻസാക്കി എഴുതരുത്. രണ്ട് ലൈനായിട്ട് തന്നെ കണ്ടെത്തി എഴുതുക.
അപ്പം നിമ്നലിഖിത് അർത്ഥവാലി പങ്ക്തിയാം ചുനെ എന്ന് പറഞ്ഞാൽ കവിതയിൽ നിന്ന് സമാനാർത്ഥമുള്ള വരികൾ കണ്ടെത്താൻ. ഇത് അർത്ഥവാലെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾക്ക് സമാനമായ ശബ്ദം വേടുകൾ കണ്ടെത്താം. അടുത്തത് ഭാവ് ലിഖേ, ആശയം എഴുതാനാണ്. ഭാവ് ലിഖേ. മിലെ ഏക് സെ സ്വർ ഹംകോ ഹേ ഭ്രമരോം കെ മീട്ടെ ഗുഞ്ചൻ സെ. ഭ്രമരോം കെ മീട്ടെ ഹംകോ ഭ്രമരോം കെ മീട്ടെ ഗുഞ്ചൻ സെ മിലെ ഏക് സ്വർ ഹേ. സെൻറ്റൻസ് ആക്കിയത് ഇതുപോലെ സെൻറ്റൻസ് ആക്കിയാണ് എഴുതേണ്ടത്. ഹംകോ നമുക്ക്, ഭ്രമരോം കെ മീട്ടെ ഗുഞ്ചൻ സെ വണ്ടുകളുടെ മധുരമായ മൂളലിൽ നിന്ന്, മിലെ കിട്ടുന്ന, സ്വരം സ്വർ ഏക് ഹേ ഒന്നാണ്. അടുത്തത് ഏക് ഹമാര മാലി ഹംസബ് രഹത്തെ നീചെ ഏക് ഗഗൻ കെ. ഹമാര മാലി ഏക് ഹേ ഒരു സെൻറ്റൻസ് കിട്ടി. അടുത്തത് ഹംസബ് നമ്മളെല്ലാവരും, ഏക് ഗഗൻ കെ ഒരാകാശത്തിൻ്റെ നീചെ രഹത്തെ ഹേ താമസിക്കുന്നു. ഇതാണ് അതിൻ്റെ ഭാവുലിഖോ. ആശയം എഴുതുമ്പോൾ സെൻറ്റൻസ് ആയി വേണം എഴുതാൻ. ഇതുപോലെ നീളത്തിൽ സെൻറ്റൻസ് ആക്കി വേണം എഴുതാൻ. പുതിയ പാഠത്തിൻ്റെ ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.